നമ്മുടെ സത്യഭാമയുടെ ഇതിനെക്കുറിച്ച് എല്ലാവരും ഇത്രയും പൊക്കി പിടിച്ച് അങ്ങനെ അത് റോങ് ആണെന്ന് പറഞ്ഞ സെയിം ആൾക്കാർ തന്നെ ഇവിടെ വന്നിട്ട് ഇറ്റ്സ് എ ടേം. സോ ഐ ഡോണ്ട് എഗ്രി വിത്ത് ഈ ന്യൂഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് പരിപാടി. പ്രിയ വാര്യർ എന്ത് ഔട്ട്ഫിറ്റും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാൾ, എന്ത് മേക്കപ്പും ഏത് രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്താലും. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുറകിൽ നിന്ന് വർക്ക് ചെയ്യുന്ന, അതും സിനിമയിൽ മാത്രം ഒരു മാക്കിൻ്റെ കോമ്പാക്ട് സ്വന്തമാക്കണം, ഒരു ലിപ്സ്റ്റിക്ക് വേണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയത്ത്. സെലിബ്രിറ്റി ടോക്കിലെ ഇന്ന് നമ്മളോടൊപ്പം ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആരാണെന്ന്. അതെ, നിങ്ങളുടെ സ്വന്തം ഉണ്ണി PS ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ, വെൽക്കം ടു ദി ഷോ. ശരിക്കും ഉണ്ണി PS ആണോ ഉണ്ണിപ്സ് ആണോ? ഉണ്ണി PS ആണല്ലേ. നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റയിലൊക്കെ പേര് കാണുമ്പോൾ ഉണ്ണിപ്സ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പൊതുവെ എല്ലാവരും അങ്ങനെ പറയാറ്. ആണല്ലേ. ഞാൻ എന്റെ പേര് ഒരുമിച്ച് ഇട്ടേക്കുന്നത്, സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. സോ ഇനീഷ്യൽ ലൈക്ക് കൂടുതൽ ഇട്ടേക്കുന്നത്. എല്ലാവരും വിചാരിക്കുന്ന ഉണ്ണിപ്സ് എന്നാണ് വിചാരിക്കുന്നത്. ഉണ്ണിപ്സ് കുഴപ്പമില്ല, ഒരു ട്രെൻഡ് ഉണ്ട് ഉണ്ണിപ്സ് പറയുമ്പോൾ കൊള്ളാം. അപ്പൊ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ആ എന്താ പറയുക, ഭയങ്കര രസമുണ്ട് കോസ്റ്റ്യൂം കാണാൻ. ഓ താങ്ക് യു. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇത് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്താണോ അതോ എങ്ങനെയാ? ഇത് നമ്മൾ തന്നെ ചെയ്തതാ. ഞാനിപ്പോ ഒരു പുതിയൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. യെസ്, ഞങ്ങൾ ആരും അറിഞ്ഞില്ല പുതിയ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാനത് അതിങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാ മീരയുടെ കല്യാണം മുതലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. മീരയുടെ എല്ലാ ഔട്ട്ഫിറ്റ്സും നമ്മൾ തന്നെയാണ്. നമ്മുടെ ബ്രാൻഡാണ്. നമ്മുടെ ബ്രാൻഡിന്റെ പേരാണ് ഓമൽ. ഞാനും എൻ്റെ ഓമൽ. അതെന്താ അങ്ങനെ പേര് കൊടുക്കാൻ? ഓമൽ മീൻസ് ലൈക്ക് ഒരു ഞങ്ങളുടെ ഒരു കുട്ടി ബേബി. നമ്മള് നമ്മുടെ ബ്രാൻഡിന് ഒരു അങ്ങനെ ബേബി. യെസ്. ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, വിഷ്ണു എന്ന പേര്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് തുടങ്ങിയത്. ഹീസ് എ ഡിസൈനർ. ഓക്കെ, ശരിക്കും പ്രൊമോഷൻ കൊടുക്കണം, എന്നാലല്ലേ എല്ലാവരും അറിയുള്ളൂ. പ്രത്യേകിച്ച് ഉണ്ണി ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതെ, ഈ കല്യാണത്തിന് തിരക്കായതുകൊണ്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, എന്നാലല്ലേ ഞങ്ങൾക്കൊക്കെ വന്ന് മേടിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയുടെ കോസ്റ്റ്യൂമിനും സ്റ്റൈലിങ്ങിനൊക്കെ ഭയങ്കര ഫാൻസ് ഉണ്ട്, ഇൻക്ലൂഡിങ് മീ. ഞാനും ഭയങ്കര. എങ്ങനെയാ, ഇഷ്ടമാണോ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാനൊക്കെ? മേക്കപ്പ് വേറെ ഉണ്ടെങ്കിലും കോസ്റ്റ്യൂം എനിക്ക് പൊതുവെ ചെറുപ്പം മുതലേ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡായിരുന്നു ഫാഷൻ ഇൻഡസ്ട്രി. അപ്പോൾ അങ്ങനെയാണ് ഓരോന്ന് പുതിയതായി എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമാണ് എനിക്കുള്ളത് എപ്പോഴും. അതെ, അത് മേക്കപ്പിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ഡ്രസ്സിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതെ അതെ. ഞാൻ മെയിൻ തിങ് ഒരു കാര്യമായിട്ട്, ഞാൻ ഉണ്ണീനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഇത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ വേറെ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമാണ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു പരിചയമില്ല, പക്ഷെ ഭയങ്കര സ്വീറ്റായിട്ട്. ഞാൻ ആദ്യം ഫോട്ടോസ് കണ്ട് വിചാരിച്ചു ഓക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളായിരിക്കും, പക്ഷെ ഭയങ്കര കാമായിട്ട്. എല്ലാവരോടും ഇങ്ങനെയാണോ? എനിക്കറിയില്ല, പൊതുവെ എന്നോട് എല്ലാവരും ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയല്ലേ എന്നെ കാണുന്നത്. അപ്പോൾ പറയാറ് എപ്പോഴും നമ്മൾ വിചാരിച്ചത് ഇങ്ങനത്തെ ആളല്ല എന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയുടെ കരിയറിൽ മെയിൻ തിങ് ഇതാന്ന് തോന്നുന്നു, ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ശരിക്കും ഈ ഒരു പ്രൊഫഷന് വേണ്ടത് അങ്ങനെയാണല്ലോ, നമ്മളെപ്പോഴും കോണ്ടാക്ട്. ഞാനങ്ങനെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളൊന്നുമല്ല. അല്ല, തെറ്റിപ്പോയത്. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഐ മീൻ ഞാൻ എന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഹൈപ്പർ ആയിട്ടുള്ള ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആണല്ലേ. പക്ഷെ എനിക്ക് ഇപ്പൊ സംസാരിച്ചപ്പോ ഓക്കെ ആണ്. ഓക്കെ, അടിപൊളിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് സെലിബ്രിറ്റീസിൻ്റെ അതായത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് പൊസിഷനിൽ ഉണ്ണിയുടെ പേരുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ആക്ടേഴ്സിൻ്റെ കല്യാണം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആയിരിക്കും ഓക്കെ ഉണ്ണി ആയിരിക്കും മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത്രയും ഭയങ്കര ആക്സെപ്റ്റൻസ് കിട്ടിയില്ലേ എല്ലായിടത്തുനിന്നും? അത് എനിക്കറിയില്ല, എനിക്ക് പറയാൻ ഉണ്ട് എല്ലാവർക്കും. അതായത് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പേര് നമ്മൾ ഫസ്റ്റ് ആലോചിക്കണമെങ്കിൽ അത് അത്രയും ഇതായതുകൊണ്ട് അല്ലേ. ഇങ്ങനെ വിചാരിച്ചിരുന്നു, അതായത് ഞാനൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കും? ഇല്ല, അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്ന പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ആർട്ടിലും എല്ലാത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ആർട്ട് ബേസ്ഡ് എന്തെങ്കിലും ചെയ്യുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സോ അങ്ങനെ ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ആണ് ചെയ്തിരുന്നത്. പിന്നെ അതിൽ നിന്നാണ് ഞാൻ മേക്കപ്പിലേക്ക് വന്നത്. ആണ്, ഇന്റീരിയറിന് നേരെ മേക്കപ്പിലേക്ക്. അപ്പൊ എങ്ങനെയാ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തു നോക്കൂ മേക്കപ്പ് ഒക്കെ? അതായത് ഇപ്പൊ ഞാനൊക്കെ പണ്ടാകുമ്പോൾ വെച്ചാൽ നമുക്ക് മേക്കപ്പും കോസ്റ്റ്യൂം ഒക്കെ ഇഷ്ടമുള്ളതാണ്. നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് നോക്കി അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കായിരുന്നു. മുമ്പ് നമ്മൾ ഈ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോഴേക്കും ക്ലാസിക്കൽ ഡാൻസും ഗ്രൂപ്പ് ഡാൻസ് അങ്ങനത്തെ എല്ലാം കാണുമ്പോഴേക്കും ഇറ്റ്സ് വെരി ലൈക്ക് ഫുൾ കളർഫുൾ നോ, ലൈക്ക് മേക്കപ്പ് ആണെങ്കിലും ഔട്ട്ഫിറ്റ്സ് ആണെങ്കിലും എല്ലാം. സോ നമ്മൾ അതുപോലെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ വിഷ്ണു എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. സോ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുമായിരുന്നു. വിഷ്ണു ആയിരുന്നു എനിക്ക് മേക്കപ്പ് ചെയ്തുകൊണ്ടെന്ന് വെച്ചത് ആക്ച്വലി. ലൈക്ക് ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് ഐഷാഡോ ഇടുക. നമുക്കറിയില്ല ഇവരെന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെന്നൊക്കെ. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു കലോത്സവത്തിന് പോയപ്പോഴേക്കും നമ്മൾ കണ്ടു ഇങ്ങനെ പെയിന്റ് വെച്ചിട്ട് ഒരു പൊട്ടൊക്കെ
തൊടുന്നത്, ഈ മെറ്റാലിക് പെയിൻറ് വെച്ചിട്ട്. പിന്നെ നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ട് വീട്ടിൽ, അതുപോലെ നമ്മളത് പെർഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട്. അപ്പൊ ഈ ഒരു കരിയർ ജേണി എങ്ങനെയായിരുന്നു? അതായത് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് മേക്കപ്പ് എന്ന് പറയുന്നത് നോർമൽ ബ്രൈഡ്സിലൊക്കെ ആയിരിക്കുമല്ലോ, പിന്നെയാണല്ലോ സെലിബ്രിറ്റീസിലേക്ക് എത്തുന്നത്, എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാൻ ബ്രൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി സെലിബ്രിറ്റിക്ക് ചെയ്ത മിത്ര കുര്യൻ എന്ന് പറഞ്ഞത്, അതൊരു ഫോട്ടോഷൂട്ടിന് ആ മേക്കപ്പ് ആർട്ടിസ്റ്റിന് പോകാൻ പറ്റാണ്ട് വന്നപ്പോഴേക്കും അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് മേക്കപ്പ് ഇൻഡിവിജ്വലി. അതിനുശേഷമാണ് ആക്ച്വലി ബ്രൈഡ്സ് ഒക്കെ ചെയ്യുന്നത്. ആണ് മിത്രയുടെ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഹൈപ്പ് കിട്ടി, അങ്ങനെയാണോ? അത് ആ സമയത്ത് നല്ല റീച്ചുള്ള ഒരു മാഗസിൻ ആയിരുന്നു, അപ്പോൾ അത് നല്ല ഹൈപ്പ് കിട്ടിയായിരുന്നു. അപ്പൊ ഈ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ എന്ന് വെച്ചാൽ ഈ മേക്കപ്പിന്റെ മെയിൻ തിങ് എന്ന് പറയുന്നത് അതിന് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആണല്ലോ. അപ്പൊ എങ്ങനെയാ, ഭയങ്കര ഹൈ ബ്രാൻഡ് യൂസ് ചെയ്യുമോ അതോ നോർമൽ ആയിട്ട്? നമ്മൾ സ്റ്റാർട്ടിങ് ആണല്ലോ ആ സമയത്ത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിരുന്നു വെച്ചാൽ ഡോമ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ക്രൈലോൺ, അതെല്ലാം ആ ഒരു ടൈമിൽ അത് യൂസ് ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തിരുന്നു. അത് ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ഇപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് ഒരു അറിയുമായിരുന്നു? അതായത് ഇന്ന പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ ആരാ പറഞ്ഞു തന്നത്? അതല്ല, ഈ പറഞ്ഞ പോലെ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരത്തിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് കണ്ട് പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യമായിട്ട് മാക്ക് കാണുന്നത് പുള്ളിക്കാരി എടുത്ത ഈ പറഞ്ഞ ഡെർമ, ഇതെല്ലാം മാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡ്രീം പ്രൊഡക്റ്റ് ആയിരുന്നു നമുക്ക്. ഒരു മാക്കിന്റെ കോമ്പാക്ട് സ്വന്തമാക്കണം, ഒരു ലിപ്സ്റ്റിക്ക് വേണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയത്ത്. ഓക്കെ, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര ഇപ്പോഴും ചോദിക്കാം, ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ എൻ്റെ എൻറ്റയർ കരിയറിലാണ്. ഡെഫിനറ്റ്ലി എൻ്റെ കരിയറിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് മാക്കിൻ്റെ ലൈക്ക് 1-2 പ്രൊഡക്ട്സ് എനിക്ക് വേണം എന്നുള്ളായിരുന്നു. അത് ഞാൻ ബാംഗ്ലൂർ പോയിട്ട് നേരിട്ട് പോയി ഫോറം മോളിൽ പോയിട്ട് ഷോപ്പ് ചെയ്താണ് എൻ്റെ ഏറ്റവും ആ ഡ്രീം കം ട്രൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നത്. കാരണം മേക്കപ്പ് പ്രൊഡക്ട്സ് നമുക്ക് ഒരു ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമുക്ക് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യം, അത് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഐ ഫീൽ ലൈക്ക് ഭയങ്കര ഒരു എനർജിയാണ്. അതെ അതെ, എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ മാക്കിന്റെ റൂബി വൂ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ഉണ്ട്, അപ്പൊ അത് മേടിക്കാൻ വേണ്ടി ഭയങ്കര നമ്മൾ ലാസ്റ്റ് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം സ്വന്തമായിട്ട് മേടിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ എന്റെ പാക്കേജ് ഒക്കെ ആദ്യം തന്നെ ഇട്ട് തിരിച്ചു വെക്കും, പാക്കേജിൽ അങ്ങനെ കൊണ്ടുനടന്നിരുന്നത്. അതെ അതെ. അപ്പൊ ഫാമിലിയൊക്കെ എങ്ങനെയാ, ഭയങ്കര സപ്പോർട്ടായിരുന്നു? എല്ലാവരുടെ ഫാമിലി പോലെ ഞാനൊരു 10 years ബിഫോർ വന്നത്, ഇപ്പൊ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയി. ആ സമയത്തും ഇപ്പോഴെങ്ങനെ എനിക്കറിയില്ല. എൻ്റെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വേറൊരു പ്രൊഫഷനിൽ പോകണം എന്നുള്ള രീതിയിലായിരുന്നു. കാരണം അവർക്ക് ആ സമയത്ത് ഇത്ര ആക്സെപ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക്. സോ ഡെഫിനറ്റ്ലി ദേ തിങ്ക് ലൈക്ക് ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും വേറൊരു കരിയർ ആയിരിക്കും, ഇതൊരു കരിയർ അല്ല എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു അവർക്ക്. ബട്ട് അവരെന്നെ എപ്പോഴും ആർട്ടിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് തുടക്കം മുതൽ ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു, പെയിൻറ് ചെയ്യുമായിരുന്നു, എല്ലാത്തിനും അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ടായിരുന്നു. അതായത് ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ആ ടൈമിൽ അതായത് ഒരു ബോയ് മേക്കപ്പിലേക്ക് പോവാന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. മാത്രമല്ല ലൈക്ക് മേക്കപ്പ് എന്നുള്ളത് ഒരു കരിയർ ആയിട്ട് ആർക്കും അതെ അതെ, ഇപ്പോഴാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പേര് വന്നത്. മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു ബ്യൂട്ടീഷ്യൻ അങ്ങനെയാണല്ലോ പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ ആ ടൈമില് അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ ഒരുപാട്. പിന്നെ ആ സമയത്ത് ഇതുപോലെ സോഷ്യൽ മീഡിയ ഇല്ല ആക്ച്വലി. സോ അങ്ങനെ ആർക്കും അറിയില്ല മേക്കപ്പ് ആയിട്ട് എന്ന് പറഞ്ഞൊരു പുറകിൽ നിന്ന് വർക്ക് ചെയ്യുന്ന, അതും സിനിമയിൽ മാത്രം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ മേക്കപ്പ്. ഇന്ന് വെച്ചാൽ മേക്കപ്പിൽ തന്നെ കുറേ കാറ്റഗറി ഉണ്ട്. അതായത് ഗ്ലാസ് മേക്കപ്പ്, പിന്നെ ഞാൻ ഇപ്പോൾ പുതുതായി കേട്ടതാണ് ന്യൂഡ് മേക്കപ്പ്. അത് ശരിക്കും അങ്ങനെ ഉണ്ടോ ന്യൂഡ് മേക്കപ്പ്? അതായത് ന്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മീനിങ് അറിയാം, പക്ഷെ അത് ന്യൂഡ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും അങ്ങനെ ഉണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ന്യൂഡിന്റെ മീനിങ് എന്തെന്ന് അറിയാലോ. ഇപ്പൊ ഞാൻ ആ വേർഡിനോട് ന്യൂഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ടേമിനോട് ഡിസഗ്രി ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇഫ് യു ആർ സേയിങ് ഐ എം എ ന്യൂഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലൈക്ക് വാട്ട് യു മീൻ ലൈക്ക് ന്യൂഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്? അതെ അതെ, പക്ഷെ കുറെ പേര് അത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല അതിനെ കുറിച്ച്. ഇപ്പൊ നോ മേക്കപ്പ് ലുക്ക് എന്ന് പറയാനുണ്ട്, ഞാൻ അങ്ങനെ പറയാറ്, നോ മേക്കപ്പ് ലുക്ക്. ഇപ്പൊ ന്യൂഡ് ലിപ്സ്റ്റിക് എന്ന് പറയാം, ഇറ്റ്സ് എ ടേം. സോ ഐ ഡോണ്ട് എഗ്രി വിത്ത് ഈ ന്യൂഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് പരിപാടി. അപ്പൊ അങ്ങനെ പറയരുത്, ന്യൂഡ് മേക്കപ്പ് അങ്ങനെ ഇല്ല. നിങ്ങൾ വേണമെങ്കിൽ നോ മേക്കപ്പ് ലുക്ക് എന്ന് പറയാല്ലേ. ഓക്കെ. ഇപ്പൊ നമ്മുടെ പണ്ടത്തെ മേക്കപ്പും ഇപ്പോഴത്തെ മേക്കപ്പും തമ്മിൽ ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ ഉണ്ണിക്ക് തന്നെ അറിയാലോ, പണ്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റൺ ആക്കി വെക്കുന്നത്, പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീച്ചേഴ്സ് തന്നെ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്നത്. ആ ഒരു ചേഞ്ച് എങ്ങനെ? ഇവൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്തു കൂടി ലൈക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യുമ്പോൾ മേക്കപ്പ് ഇട്ടതുപോലെ തോന്നണം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. ലൈക്ക് അങ്ങനെ ആയിരുന്നു, അതൊരു ട്രെൻഡും ആയിരുന്നു കേട്ടോ. ഈവൻ ഇഫ് നമ്മൾ പുറകോട്ട് ബോളിവുഡിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടി എവിടെയാണെങ്കിലും ഒരു ടൈമിൽ അങ്ങനെ നല്ല മേക്കപ്പ് ഇട്ട ലുക്ക് തന്നെ ആയിരുന്നു.
പിന്നെ അത് ഗ്രാജുവലി ചേഞ്ച് ചെയ്തു ഇപ്പോഴാണ് ഏറ്റവും സട്ടിലായിട്ടുള്ളതും സ്കിന്നിന് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ ആരെങ്കിലും പറയലുണ്ടോ, അതായത് എന്നെ ഭയങ്കര ബ്രൈറ്റനായി തോന്നിക്കണം അങ്ങനെ അങ്ങനെ പറയുന്നവരുണ്ടോ? എനിക്ക് ഏറ്റവും കൂടുതൽ അത് അനുഭവം വരുന്നത് ഈ ബ്രൈഡ്സിൻ്റെ അടുത്തുനിന്നാണ്. ചിലപ്പോൾ ബ്രൈഡ്സിൻ്റെ വീട്ടിൽ കമ്പാരിസൺ ഒക്കെ ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ ഒരു 2 സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആക്ച്വലി എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്മയും ബാക്കിയുള്ളവരെല്ലാം കുറച്ച് ഫെയർ ആണെങ്കിൽ ഈ കുട്ടി കുറച്ച് സ്കിൻ കുറച്ച് ഇതാണെങ്കിൽ അവർ പറയും കുറച്ച് ബ്രൈറ്റൻ ആക്കണം. അല്ലെങ്കിൽ അവർ കമ്പയർ ചെയ്യും. ലൈക്ക് പയ്യൻ കുറച്ച് ഫെയർ ആണെങ്കിൽ അങ്ങനത്തെ കമ്പാരിസണൊക്കെ ഇപ്പോഴും ഉണ്ട്. ഉണ്ടല്ലേ? എത്രയൊക്കെ ചേഞ്ച് ആയി എന്ന് പറഞ്ഞാലും ഇപ്പോഴും സ്റ്റിൽ അതൊക്കെ ഉണ്ടല്ലേ? അതൊന്നും മാറില്ലല്ലേ? അത് മാറണത് ഇനി ആ ജനറേഷൻ കംപ്ലീറ്റ്ലി മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പീപ്പിൾ ലൈക്ക് എല്ലാ കൈൻഡ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ നമ്മുടെ, എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്റ്റിൽ കുറെ ആൾക്കാർക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട്, മേക്കപ്പ് ചെയ്യുന്നത് ഒരു പുട്ടിയിടലാണ്. ആ ഒരു വേർഡ് കറക്റ്റ് പറയുന്നതുണ്ട്, പുട്ടിയിടുന്നതാണ് മേക്കപ്പ് എന്ന്. എന്തുകൊണ്ടായിരിക്കും അത് മാറാത്തത്? അതായത് നമ്മൾ നോർമൽ മേക്കപ്പ്, അതായത് ലിപ്സ്റ്റിക് ഇട്ടാൽ പോലും പറയും ഓക്കെ ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഒട്ടും അവയർനെസ് ഇല്ലാത്തൊരു ആൾക്കാരും പിന്നെ ഒട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ലൈക്ക് ലിപ്സ്റ്റിക് ഇട്ടാൽ പോലും ലൈക്ക് അങ്ങനെ പറയുന്ന ആൾക്കാർ ഇതേ കുറച്ച് സാഡിസ്റ്റ് ഐ ഫീൽ. അതായത് പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ. പക്ഷെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ, ഉണ്ണി ഭയങ്കര സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെയാണ്, പക്ഷെ ഉണ്ണി ഭയങ്കര സിമ്പിളായി ജസ്റ്റ് ഒരു ലിപ് ബാം അങ്ങനെയാണ്. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഒക്കെ എങ്ങനെയാ? ഇല്ല, ഞാൻ എൻ്റെ ഫേസിൽ ഒരിക്കലും അങ്ങനെ മേക്കപ്പ് ഇടാറേ ഇല്ല. സ്കിൻ കെയർ ഒന്നുമില്ല. തോന്നുമ്പോ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ചിലപ്പോൾ ചെയ്യും, പിന്നെ അത് നിർത്തും, പിന്നെ പഴയ പോലെ ആവും. അങ്ങനെ നമ്മളിപ്പോ ഒരു ബ്രൈഡ്സ് ഒക്കെ വരുമ്പോ അവരോട് പറയലുണ്ടോ ഇങ്ങനെ നന്നായി സ്കിൻ കെയർ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുവോ? സ്കിൻ കെയർ അവർ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞു കൊടുക്കും, എങ്ങനെ സ്കിൻ കെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ബേസിക്കലായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ വെള്ളം കുടിക്കുക, അതാണ് ബേസിക് പരിപാടി. ഞാൻ മനസ്സിലാക്കി ഇപ്പൊ ഒരുവിധം ആക്ടേഴ്സ് ഒക്കെ പറയും കൂടുതൽ വെള്ളം കുടിക്കണം. ഇപ്പൊ വെള്ളം കുടിച്ചാൽ നമുക്ക് കൂടുതൽ ബ്യൂട്ടി വരും. ഓഫ് കോഴ്സ് ആണല്ലേ. പിന്നെ അതുപോലെ ഇപ്പോ ഈ ഉറങ്ങണം. ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് കുറവുള്ള സാധനം ഉറങ്ങല്. ഈ എല്ലാരും ഫോണിൽ ഇരിക്കും, ഇപ്പൊ ഇൻക്ലൂഡിങ് മീ, ഞാനും ഫോണിൽ തന്നെ ഇരിക്കും. അങ്ങനെ കുറെ സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ടല്ലോ ഉറങ്ങുന്ന സമയത്തെല്ലാം. അതെ. ഇപ്പോൾ ഉണ്ണി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, അതായത് ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പിന് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് മേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പക്ഷെ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് ഓക്കെയാണ്. പക്ഷെ കുറെ പേർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് ഭയങ്കര എമൗണ്ട് കൂടുതലാണ്, അതായത് ഇപ്പൊ ഞാനൊരു ഏകദേശം വരെ ഒരു 50,000 to 1 lakh അങ്ങനെയൊക്കെ നമ്മുടെ മേക്കപ്പ് കാറ്റഗറി പോകുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുക? ഇത് ഡിപ്പെൻഡ്സ് ഓൺ ലൈക്ക് പീപ്പിൾ ഏത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യണമെന്ന് അത് അവരുടെ ഇഷ്ടമാണ്. സോ ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റിനും ഓരോ വാല്യൂ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ലൈക്ക് പ്രൊഡക്ട്സ്, ഡെഫിനറ്റ്ലി ലൈക്ക് പ്രൊഡക്ട്സ് ലൈക്ക് എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളെല്ലാം ഞാനെല്ലാം എൻ്റെ പ്രൊഡക്ട്സ് എല്ലാം ഇമ്പോർട്ടഡാണ്. അപ്പോൾ അതിൻ്റെതായ വാല്യൂ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടേതായൊരു വാല്യൂ അതെല്ലാം കൂടി ചേർത്തിട്ട് അതെ. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്, ഭയങ്കര എമൗണ്ട് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കുറേ പേർക്കേലും ഉണ്ടായിരിക്കും ഉണ്ണിയുടെ അടുത്തേക്ക് എങ്ങനെ എത്താൻ പറ്റും, സെലിബ്രിറ്റീസിന് മാത്രമാണോ മേക്കപ്പ് ചെയ്യുള്ളൂ, അങ്ങനെ ഉണ്ടോ? ഇല്ല, നമ്മൾ ആരെയും ചെയ്യും. ശരിക്കും ഉണ്ണിയുടെ പ്രൊഫൈൽ എടുത്താൽ മനസ്സിലാവും ഒരുപാട് ബ്രൈഡ്സ് ഉണ്ട്. അവരിങ്ങനെ ചോദിക്കുമോ ഇന്ന പ്രൊഡക്ട്സ് വേണം അങ്ങനെ ഡിമാൻഡ് ചെയ്യലുണ്ടോ? ഇന്ന പ്രൊഡക്ട്സ് വേണമെന്ന് ഡിമാൻഡ് ചെയ്യാറില്ല, ഏതൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യണമെന്ന്. കാരണം ഇപ്പോൾ എല്ലാവരും അവെയറാണ് ലൈക്ക് പ്രൊഡക്ട്സിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും. ബിക്കോസ് എല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്, എല്ലാവർക്കും എല്ലാം അറിയാം. ഈവൻ ത്രൂ സോഷ്യൽ മീഡിയ എല്ലാം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നല്ലേ. അപ്പോൾ ചോദിക്കാറുണ്ട് ഏതൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കുമല്ലേ. ഓക്കെ. പിന്നെ ഇനി അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഉണ്ണീനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ പ്ലാൻ ചെയ്തു ഉണ്ണിയുടെ ആ ഒരു ടീം ഉണ്ടല്ലോ, മീര, അതുപോലെ ആൻ അഗസ്റ്റിൻ, ശ്രിന്ദ, ആ ഒരു ടീം നിങ്ങൾ ഭയങ്കര അടിപൊളിയാണല്ലേ എപ്പോഴും. പ്രത്യേകിച്ച് മീരയുടെ മാരേജ് ആയപ്പോൾ ഫോട്ടോസൊക്കെ നസ്രിയ എല്ലാവരും, നിങ്ങൾ കുറേ ആയോ പരിചയമായിട്ട്? ഞങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 to 10 years ഡെഫിനറ്റ്ലി. അത്രയും ഉണ്ടല്ലേ? ഇറ്റ്സ് ലൈക്ക് മോർ ദാൻ ഫ്രണ്ട്സ്, വി ആർ ലൈക്ക് ഫാമിലി അങ്ങനെയാ. എനിക്ക് തോന്നുന്നു വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും ഇത്രയും കണക്ഷനുള്ള, അതായത് ഈവൻ ആക്ടേഴ്സിനായിട്ട് ഇത്രയും കണക്ഷനുള്ള വേറെ ആൾക്കാരില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര, അതായത് ഇവരായിട്ട് ഭയങ്കര കണക്ഷൻ അല്ലേ? പിന്നെ കാവ്യ ഓൾസോ. കാവ്യ, അതെ, കാവ്യാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയുടെ മെയിൻ അല്ലേ?
കാവ്യ വഴിയാണ് ഇത്രയും ഭയങ്കര പോപ്പുലാരിറ്റി കിട്ടിയതല്ലേ. കാവ്യ എങ്ങനെയാ, അടിപൊളിയാണോ? സ്വീറ്റ് ഹാർട്ട് അല്ലേ? ഓക്കെ. ഇപ്പോൾ മീരയുടെ മാരേജിന്റെ ടൈമിലൊക്കെ, അതായത് മീരയുടെ ഹസ്ബൻഡിനെ ബേസ് ചെയ്ത് ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഈവൻ ഉണ്ണിയിട്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ ആണെങ്കിൽ പോലും വന്ന് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ ഫേസ് കണ്ടും അങ്ങനെയൊന്നും നമ്മൾ ഒന്നും പറയാൻ പാടില്ല. അപ്പം അതിനെന്താ തോന്നിയത്? അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ വിവരമില്ലായ്മയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കണം. കാരണം നമ്മുടെ സത്യഭാമയുടെ ഇതിനെക്കുറിച്ച് എല്ലാവരും ഇത്രയും പൊക്കി പിടിച്ച് അങ്ങനെ അത് റോങ് ആണെന്ന് പറഞ്ഞ സെയിം ആൾക്കാർ തന്നെ ഇവിടെ വന്നിട്ട് വേറെ രീതി കമന്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ചിന്താഗതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണി ഭയങ്കര സ്റ്റൈലിഷ് ഒക്കെ ആയിട്ട് ഫോട്ടോ ഇടുമ്പോൾ ഒരു സൈഡിൽ ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് ഉണ്ടായിരിക്കും, മറ്റേ സൈഡിൽ നെഗറ്റീവ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാ അതിന് റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ടോ? റിപ്ലൈ ഇല്ല, ഞാൻ അങ്ങനത്തെ കമന്റ്സ് ഒട്ടും റിപ്ലൈ കൊടുക്കാറില്ല. ഞാൻ അതിനെ ഇഗ്നോർ ചെയ്യും. കാരണം ഇതുപോലെ ഒരു ആക്ട്രസിൻ്റെ ഫോട്ടോ ഇട്ടതിൻ്റെ അടിയിൽ ഞാനൊരു ദിവസം ഉറക്കം നിൽക്കുമ്പോഴേക്കും അതിൻ്റെ അടിയിൽ എത്രയോ ഒരു 400 കമൻറ്റ്സ് ഒന്ന് കിടക്കുക. ഒരാളുടെ കമൻറ്റിൻ്റെ അടിയിൽ വേറെ ആൾക്കാരൊന്നും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒറ്റയടിക്കത് ഡീൽസ് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞു. ഭയങ്കര വിഷമം വരാറുണ്ടോ ഇങ്ങനെ കമന്റ്സ് ഒക്കെ വരുമ്പോൾ? ഇനീഷ്യൽ സ്റ്റേജിൽ വിഷമം നമ്മൾ നോക്കുമ്പോഴേക്കും ഇത് നമ്മളിങ്ങനെ ചിന്തിക്കുമോ, എന്തുകൊണ്ട് ഇവരിങ്ങനെ പറയണത്, എന്തിനാ അങ്ങനെ ചിന്തിക്കും. പിന്നെ ഇപ്പം അത് മനസ്സിലായി, നമുക്ക് നമുക്ക് എന്തായാലും ആൾക്കാരെ ഇനി മാറ്റാൻ പറ്റില്ല. സ്വയം മാറണമെങ്കിൽ മാറട്ടെ, ഇറ്റ്സ് ഓക്കെ. അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സ് ആണെങ്കിലും നോർമൽ ആൾക്കാരാണെങ്കിലും ഈ സൈബർ അറ്റാക്ക് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതെന്തായാലും നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ അതെന്തൊക്കെയോ എനിക്ക് തോന്നുന്ന ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടും കൂടി നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ കമ്പാരിസൺ വരാറുണ്ടോ? അതായത് ഈ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉണ്ണിയുണ്ട്, റിസ്വാനുണ്ട്, പിന്നെ രഞ്ജു അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കമ്പാരിസൺ വരാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ ഇവർ ചെയ്ത് നന്നായി അങ്ങനെ എന്തെങ്കിലും? എൻ്റെ അടുത്ത് ആരും ഇതുപോലെ പറഞ്ഞിട്ടില്ല. യെസ്, ചില ലുക്സ് ഒക്കെ കാണിച്ചു തരും. ഈ ലുക്കാണ് വേണ്ടത്, ചിലപ്പോൾ അവർ ചെയ്ത് വർക്കായിരിക്കാം, അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയല്ലേ? ഓക്കെ. ഇനി അടുത്തൊരു സെഗ്മെന്റ് പോലെ ഞാൻ ഉണ്ണി വർക്ക് ചെയ്ത കുറച്ച് ആൾക്കാരുടെ, അതായത് കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയും. അപ്പോൾ അവരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ്, ഭയങ്കര സ്വീറ്റ് ആണോ, അങ്ങനെയൊക്കെ. ഫസ്റ്റ് വൺ മീരയെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മീരനായിട്ട് കുറേ കാലമായിട്ട് പരിചയമുള്ള ആളാണല്ലോ. അപ്പോൾ മീരയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യാറില്ല. മീരയുടെയും സൃന്ദയുടെയും കൂടെ വർക്ക് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഒട്ടും വർക്ക് പരിപാടിയല്ല. നമ്മൾ ചില്ലിങ്, അതാണ് മെയിൻ. സോ ഇറ്റ് ഡസൻ ഫീൽ ലൈക്ക് ഐ എം ലൈക്ക് ഡൂയിങ് മൈ വർക്ക് ഓ വാട്ട് എവർ. അങ്ങനെ മീരയെ സംബന്ധിച്ചോളം എനിക്ക് മീരയുടെ അതുപോലെ മേക്കപ്പിനോട് വരികയാണെങ്കിൽ ഐസ് ഭയങ്കര ഇഷ്ടം. ഐ ലവ് ടു ഡു ഹർ ഐസ്. മീര എപ്പോഴും ഐസ് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്ന മീരയുടെ ഐസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സോ ഐസിൽ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. നെക്സ്റ്റ് നിഖില ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡോർ ഗേൾ. വീട്ടിലെപ്പോഴും വരാൻ ഫ്രീ ആയിട്ടുള്ള ഒരാൾ. വീട്ടിൽ വന്നിട്ട് ഷൂട്ടിന് വരുമ്പോഴേക്കും എപ്പോഴും വീട്ടിൽ വന്ന് ആദ്യം അമ്മയുടെ അടുത്ത് വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ മേളിൽ പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ മേക്കപ്പ് നടക്കും, ഷൂട്ട് നടക്കും. യെസ്, നിഖിലയുടെ ഫോട്ടോസൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പൊ ഈ അടുത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ബ്ലാക്കും ആയിട്ട് അങ്ങനെ ഒരു ചെയ്തിരുന്നില്ലേ, ഭയങ്കര രസമുണ്ടായിരുന്നു അത്. നിഖിലയുടെ ഏത് ഫീച്ചറാണ് കൂടുതൽ ഇഷ്ടം? നിഖിലയുടെ ഈ പറഞ്ഞ പോലെ കണ്ണാണ്. ആണല്ലേ, എല്ലാവരുടെയും ഐസ് ആണല്ലേ ഭയങ്കര. ഓക്കെ. നെക്സ്റ്റ് പ്രിയ വാര്യർ. ഓക്കെ, പ്രിയ വാര്യർ ഫോർ മീ ലൈക്ക് എന്ത് ഔട്ട്ഫിറ്റും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാൾ. എന്ത് മേക്കപ്പും ഏത് രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്താലും നമുക്ക് പുള്ളിക്കാരത്തിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാൾ. ലൈക്ക് ഒരു ബോളിവുഡ് റേഞ്ചുള്ള ഒരു പെർഫെക്റ്റ് മോഡൽ ഫിഗർ. ആളെങ്ങനെയാണ്? ഭയങ്കര കമ്പനിയാണ്. ഷീ ഈസ് വെരി സ്വീറ്റ്. ഞങ്ങൾ നല്ല കമ്പനിയാണ്. ഓക്കെ. ഇനി ഏത് ഫീച്ചറാണ് ഇഷ്ടം? പ്രിയയുടെ ഫേസ് സ്ട്രക്ചർ. വെരി ഷാർപ്പ് ഫേസ് സ്ട്രക്ചർ. ഓക്കെ. ലൈക്ക് എ മോഡൽ. ഓക്കെ. അപ്പോൾ പ്രിയനെയാണ് കൂടുതൽ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടം? അങ്ങനെയില്ല. ഐ മീൻ ഐ എം സേയിങ് ലൈക്ക് ഓരോരുത്തരുടെ ഓരോ ഡിഫറൻസ് പറയാം. ഐ എം കമ്പയറിംഗ് ലൈക്ക് ഈ മലയാളി ആൾക്കാരിൽ വെച്ച് നോക്കുമ്പോൾ കൂടിയും ലൈക്ക് ഷീ ഈസ് വെരി ഡിഫറെന്റ്. നോ? ഓക്കെ. ശൃന്ദ ഷീ ഈസ് വെരി ഫ്ലെക്സിബിൾ. പുള്ളിക്കാരത്തേക്ക് ഈ പറഞ്ഞ പോലെ ഷീ ഈസ് വെരി ടാലൻറ്റഡ് ഇൻ എവറി ലൈക്ക് ഇൻ ഫാഷൻ ലൈക്ക് വാട്ട് എവർ ലൈക്ക് ആക്ടിങ് വൈസ് എവറിത്തിങ് ലൈക്ക് ഷീ ഈസ് വെരി ടാലൻറ്റഡ്. ഫാഷനെ കുറിച്ച് ഭയങ്കര ധാരണ ഒരാളാണ്. സോ ഇറ്റ്സ് ഈസി ടു വർക്ക് വിത്ത് ഹർ. ഓക്കെ. നെക്സ്റ്റ് ശോഭന മാം. ശോഭന മാം എൻ്റെ ഭയങ്കര ഡ്രീം കം ട്രൂ. ഞാൻ അതുകൊണ്ട് എടുത്ത് ചോദിച്ചത്. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് വായിച്ചപ്പോൾ അതിന്
ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരുന്നല്ലോ, അപ്പൊ തന്നെ എനിക്ക് വായിച്ചു തുടങ്ങി. ഓക്കെ, ഭയങ്കര ഐ ആം ഫീലിംഗ് വെരി ഹാപ്പി. കാരണം ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഇതൊക്കെയല്ലേ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ്. അതെ അതെ, സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഇഷ്ടമുള്ളത് അവരെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം മൊത്തത്തിൽ കയറി എന്താ പറയാ പരതി നോക്കിയതൊക്കെ. അപ്പൊ കൂടെയുള്ള എക്സ്പീരിയൻസസ് ഭയങ്കര ഒരു ഫാൻ മൂമെൻ്റ് ആയിരുന്നു. ലൈക്ക് ഡ്രീം കം ട്രൂ. ലൈക്ക് അങ്ങനെ എല്ലാ ഇമോഷൻസും മിക്സ് ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു. കൊറോണ സമയത്താണ് ചെയ്തത്. മാമിനെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ലൈക്ക് യു ഫീൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഒരു ഓറയുണ്ട് പുള്ളിക്കാരത്തെ ചുറ്റും. സോ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര നമ്മൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. എസ്പെഷ്യലി ലൈക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ കൂടി ഷീസ് എ ഐക്കൺ. ഒരു സമയത്ത് ഇപ്പോഴും ഷീസ് എൻ ഐക്കൺ. ആ സമയത്ത് ഷീസ് ലൈക്ക് ട്രെൻഡ് സെറ്റർ. സോ യാ. എന്ത് ഫീച്ചർ ഇഷ്ടം? ഐസ് തന്നെ ആയിരിക്കും മിക്കവാറും. മാമിന്റെ ഈ പറഞ്ഞ പോലെ ഹെർ ലൈക്ക് ആക്ച്വലി ശോഭന മാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫീച്ചർ പറയാൻ പറ്റില്ല. ഞാനിപ്പോ ആലോചിക്കായിരുന്നു പുള്ളിക്കാരത്തിന്റെ എന്ത് ഫീച്ചർ ലൈക്ക് ടോട്ടാലിറ്റി ലൈക്ക് ഷീസ് അമേസിങ്. ഭയങ്കര കമ്പനിയാണോ എങ്ങനെയാ? ടു മീ എൻ്റെ അടുത്ത് ഞാൻ ഒരു 3-4 ടൈംസാണ് മാമിൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ പ്രാവശ്യം വി ആർ ലൈക്ക് ഗുഡ്. രണ്ടാമത്തെ പ്രാവശ്യം ലൈക്ക് ഈവൻ മോർ ലൈക്ക് ഗുഡ്. അങ്ങനെ ലൈക്ക് ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ലൈക്ക് നമ്മൾ കുറച്ച് സമയമല്ലേ ഉള്ളൂ. സോ വി ആർ ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി എന്തായാലും റിപ്ലൈ ചെയ്യും. ആ ഒരു ബന്ധമുണ്ട്. അപ്പൊ എന്തായാലും ഒരു ഡ്രീം കം ട്രൂ പോലെ ആയിരുന്നല്ലേ ശോഭന മാമിന്റെ? കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാരെയും പോലെ മലയാളികളെ എല്ലാവർക്കും ശോഭന മാം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഐക്കൺ അല്ലേ. എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നും ശോഭന മാമിന്റെ കൂടെ അങ്ങനെ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്ത് കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തി അധികം മേക്കപ്പ് ചെയ്യിപ്പിക്കില്ല ആക്ച്വലി സ്പീക്കിംഗ്. ആണോ? ആരും കൊണ്ട് മേക്കപ്പ് ചെയ്യിപ്പിക്കാറില്ല. ഞാൻ ഫസ്റ്റ് ടൈം ചെന്ന സമയത്ത് കൂടി പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് അധികം മേക്കപ്പ് ഒന്നും വലുതായിട്ടൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. പുള്ളിക്കാരത്തി സെൽഫാണ് കൂടുതലും ചെയ്യണത് ഇപ്പോഴും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഷൂട്ടിന് വേണ്ടി ഞാൻ പുള്ളിക്കാരത്തിന് റിക്വസ്റ്റ് ചെയ്തു, ഞാനൊന്ന് മാം ഒരു പ്രാവശ്യം കാണിച്ചു തന്നോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് പുള്ളിക്കാരത്തി ഒരു പ്രാവശ്യം ഞാൻ അലോ ചെയ്തു മേക്കപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഷീ ലവ് ഇറ്റ് എന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് സോ. പിന്നെ ഷീ റെക്കമെൻഡഡ് മീ. അതൊരു നല്ല കാര്യമല്ലേ റെക്കമെൻഡ് ചെയ്യാന്ന്. അങ്ങനെ പെട്ടെന്ന് ആരും അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. സോ അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി. കാരണം ശോഭന മാം റെക്കമെൻഡ് ചെയ്തിട്ടാണ് എന്നെ ആ ടീം വിളിക്കുന്നത് ഒരു ടെക്സ്റ്റൈൽസിന്റെ ഷൂട്ടിന്. സോ ഐ വാസ് ഹാപ്പി. അടിപൊളി. എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, ലാസ്റ്റ് കാവ്യ. കാവ്യ ഈ പറഞ്ഞ പോലെ ഫാമിലി തന്നെ. കാവ്യയായിട്ടും കാവ്യയുടെ ഫാമിലി ആയിട്ടും ഞാൻ നല്ല ക്ലോസാ. ഇപ്പൊ പുതിയ ആളായിട്ടും ഭയങ്കര ക്ലോസാ. മാമാട്ടി. അതെ അതെ, മാമാട്ടി ഭയങ്കര സ്വീറ്റ് ആണല്ലേ. അതായത് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മീരയുടെ തന്നെയല്ലേ, മീര അതുപോലെ സുരേഷ് ഏട്ടന്റെ മോളുടെ കല്യാണത്തിനൊക്കെ മാമാട്ടിയുടെ റീലായിരുന്നു ഫുള്ളി. എങ്ങനെയാ ഭയങ്കര കുസൃതിയാന്ന് തോന്നുന്നല്ലേ. മാമാട്ടി ഭയങ്കര അടിപൊളി കുട്ടിയാ. ആണ്. ഓക്കെ, മീനാക്ഷിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ മീനാക്ഷിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആണ്. ഇപ്പൊ ഡോക്ടറായി, അതാണ് പുതിയ വിശേഷം അല്ലേ. ഓക്കെ, ഓക്കെ. ഇനിയിപ്പോ നമ്മള് ഭയങ്കര പക്ഷേ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഫാമിലി അല്ല. മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കാവ്യ മേക്കപ്പിന്റെ കാര്യത്തിൽ ഷീ നോ എവറിത്തിങ്. ലൈക്ക് ഷീ നോ ഹർ ഫീച്ചേഴ്സ്, ഷീ നോ വാട്ട് ഷീ വോണ്ട്. എല്ലാം പ്രോപ്പർ ഐഡിയ ഉണ്ട്. കാരണം കാവ്യ ഇത്രയും വർഷം സിനിമയിൽ കാവ്യം ഈ പറഞ്ഞ പോലെ സെൽഫ് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. സോ പുള്ളിക്കാരത്തിക്ക് അറിയാം. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ പുള്ളിക്കാരത്തി ഉണ്ണി ഈ കണ്ണിൻ്റെ ഇവിടെ ഇത് കറക്റ്റ് ആണോ, ഇപ്പുറത്ത് ഓക്കെ ആണോ, അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പ്രൊഫഷണലാണ്. ആണല്ലേ. ഓക്കെ, എന്താ ഫീച്ചർ? എന്താ ഐസ് തന്നെയാണോ? ഡെഫിനറ്റ്ലി കാവ്യയുടെ ഐസ്. അതെപ്പോഴും അങ്ങനെയായില്ല. പണ്ട് തൊട്ടേ ഐസാണ് കാവ്യയുടെ മെയിൻ തിങ്. പിന്നെ എനിക്ക് തോന്നുന്നു ഹെയർ ആയിരുന്നു. യെസ് ഐ ഫീൽ കാവ്യയുടെ ഐസ് ഭയങ്കര എക്സ്പ്രസീവ് ആണല്ലോ കാവ്യയുടെ ഐസ്. അതെ അതെ. ഇപ്പൊ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടേ അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവാതെ വല്ലൊരു ചീത്ത പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? അതായത് ഓക്കെ ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ച, ഈവൻ ബ്രൈഡ് ആണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഇപ്പൊ ലേറ്റസ്റ്റ് ആണോ അതോ മുമ്പാണ്? അങ്ങനെയല്ല, ലേറ്റസ്റ്റ് അല്ല, ഡെഫിനറ്റ്ലി നോട്ട്. ബട്ട് ലൈക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അവരുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ചെയ്ത് വരുമ്പോഴായിരിക്കും അവർക്കത് മനസ്സിലാവും. അപ്പോൾ അവർക്ക് അതെല്ലാം വേണമെന്നുള്ളത് നമ്മൾ അപ്പം തന്നെ അവരുടെ ഇഷ്ടത്തിന് മാറ്റി ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യും, ഇതാണ് നിങ്ങളുടെ ഫേസിന് ചേരുന്നത് എന്ന് പറയും. പിന്നെയും അവർ അതല്ല അത് തന്നെയാണ് വേണമെന്ന് പറയുമ്പോഴേക്കും ഡെഫിനറ്റ്ലി, ബിക്കോസ് അത് അവരുടെ ബിഗ് ഡേയാ, അവരുടെ കോൺഫിഡൻസ് എന്താ ആ രീതിയിലാണ് നമ്മൾ.
അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ യെസ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഐഡിയാസും എല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും അതിലേക്ക്. അതിലവർ ഓക്കെ ആണെങ്കിൽ യെസ്, പെർഫെക്റ്റ്. ഇപ്പൊ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ടല്ലോ, അതായത് സാരി ഡ്രേപ്പിംഗ് തൊട്ട് ഹെയർ സ്റ്റൈൽ വരേണ്ട. അപ്പൊ ഏറ്റവും ടഫ് ആയിട്ടുള്ളത് എന്താ ചെയ്യാൻ? ഡെഫിനറ്റ്ലി ഹെയർ സ്റ്റൈലിംഗ് തന്നെയാണ്. ഹെയർ സ്റ്റൈലിംഗ് ആണ് ഞാൻ മനസ്സിലാക്കിക്കണത് കുറച്ച് ടഫായിട്ടുള്ളത്. അതെങ്ങനെയാ നമ്മൾ പുതിയതായി പഠിച്ചുകൊണ്ടിരിക്കും എപ്പോഴും? യെസ്, ഹെയർ സ്റ്റൈലിംഗ് ഇവൻ മേക്കപ്പ് ഓൾസോ, ഇതെല്ലാം നമ്മളൊരു എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യുന്നതല്ലേ. സോ അതാ എത്രത്തോളം നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആകുന്നു അതനുസരിച്ച് അത് ഇഷ്ടമാണോ പുതിയ സ്റ്റൈലിംഗ്? ഡെഫിനറ്റ്ലി ആണല്ലേ. ഉണ്ണിയുടെ ഹെയർ സ്റ്റൈൽ എന്താ മുടി അഴിച്ചിടാത്ത ചോദിക്കട്ടെ? എപ്പോഴും കെട്ടി വെച്ചിട്ടാണല്ലോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയറാ. എനിക്ക് കംഫർട്ടബിൾ അത് കെട്ടി വെക്കുന്നത്, എസ്പെഷ്യലി എൻ്റെ വർക്കും കൂടി ഇതായതുകൊണ്ട് എപ്പോഴും ടൈ ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് എനിക്ക്. പിന്നെ ഇവിടുത്തെ ചൂടും കൂടിയല്ലേ, ഞാൻ എനിക്ക് തോന്നുന്നു ഫോട്ടോസിൽ മാത്രമേ കാണാറുള്ളൂ ഇങ്ങനെ. അഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവ്. നല്ല രസം ഉണ്ടായിരിക്കും അഴിച്ചിട്ടൊന്നല്ല, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അതുപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കെട്ടിയേക്കും. ഉണ്ണി എപ്പോഴും യൂണിക്കാണ്, ഈവൻ കോസ്റ്റ്യൂമിലാണെങ്കിലും ഹെയറിലാണെങ്കിലും. സത്യമായിട്ടും അങ്ങനെയാ. എനിക്കിപ്പോൾ തന്നെ ഞാൻ വണ്ടറടിച്ച പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഉണ്ണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കരിയർ വൈസ് ഭയങ്കര സക്സസ്ഫുൾ ആയി, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി. ഇനി നെക്സ്റ്റ് എന്താ? അതായത് ഐ മീൻ ഇനി എന്ത് വേണം, എന്ത് ചെയ്യണം, അല്ല അങ്ങനെ എന്താ? അങ്ങനെ എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഈ ബിസിനസ്. ബ്രാൻഡ് തുടങ്ങി, അതാണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇനി നെക്സ്റ്റ് എന്താ? ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡെഫിനറ്റ്ലി എനിക്ക് ഇനിയും ഒരുപാട് പുതിയ ആൾക്കാർക്ക് മേക്കപ്പ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ലൈക്ക് ഐ മീൻ ഇപ്പോൾ അതായത് ബോളിവുഡിലേക്ക് പോകണം. ഓക്കെ, ബോളിവുഡിൽ പോകണം. പിന്നെ നെക്സ്റ്റ് അതാണ് ഇപ്പോൾ ഉള്ള ആഗ്രഹം. ഇനിയിപ്പോൾ അവിടെ എത്തിപ്പെട്ടുമ്പോഴേക്കും അടുത്ത ആഗ്രഹം. ഉണ്ണിയുടെ മെയിൻ ആഗ്രഹം എനിക്കറിയാം, ഞാൻ ചോദിക്കാതിരുന്നതാണ് നയൻതാരനെ മേക്കപ്പ് ചെയ്യണ്ടെന്ന് എനിക്കറിയാം ഓൾറെഡി. ഓക്കെ, ഇപ്പൊ അടുത്തെങ്ങാനും വിളിക്കോ? അതെനിക്കറിയില്ല. അറിയില്ലല്ലേ? അങ്ങനെ ഏതെങ്കിലും ഫിലിം വൈസ്, അതായത് ഫിലിം റിലേറ്റ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ? വേഗം വിളിക്കട്ടെ. അതെ അല്ലേ? ഞാനിങ്ങനെ ഉണ്ണിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ എപ്പോഴും പറയുന്നു നയൻതാരനെ മേക്കപ്പ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എനിക്ക് വേറൊരു ആഗ്രഹം കൂടി ഉണ്ട്. അതെന്താ? ഐ ഫീൽ ലൈക്ക് വിമല രാമൻ, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ റീസെന്റ് സോ വിമലയുടെ ഒരു ഇന്റർവ്യൂ. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. And she's very bold, very strong. Like എനിക്ക് തോന്നുന്നു പ്രിയാവാര്യരും നിഖില അവരും അല്ല, അവരെ ഒരു കമ്പാരിസൺ ഇല്ലേ ഒരു കാണുമ്പോൾ രണ്ടുപേരും ഭയങ്കര ഒരേപോലെ തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലേ? അല്ല, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ഇല്ലേ? അപ്പൊ എന്തായാലും ഉണ്ണി വിചാരിച്ചതുപോലെ തന്നെ ബോളിവുഡിലേക്ക് എത്തട്ടെ. നെക്സ്റ്റ് നമ്മൾ ഇനി ഇന്റർവ്യൂവിന് കാണുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല, ബോളിവുഡിലൊക്കെ പോയി അവിടെ പേരെടുത്ത് അടിപൊളിയാവട്ടെ. അങ്ങോട്ട് വിളിച്ചിട്ട് ആണല്ലേ? ഓക്കെ, പക്ഷെ ഞാൻ വിളിക്കുമ്പോ വരണം. ബോളിവുഡിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കുമ്പോ കിട്ടിയെന്ന് വരില്ല, ഫുൾ ബിസി ആയിരിക്കും. ഇപ്പോഴും ബിസിയാണ്, പക്ഷെ എന്നാലും നമ്മൾ വിളിച്ചപ്പോ ഓടി വന്നു. ഞാൻ പറഞ്ഞില്ലേ ഉണ്ണി ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. എനിക്കിപ്പോ സംസാരിച്ചപ്പോഴും അല്ല, ഒരു കോംപ്ലിമെന്റ് അല്ലേ ഇത് പറയുന്നത്? ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എന്തായാലും ഉണ്ണിയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം സക്സസ്ഫുൾ ആവട്ടെ. യെസ്, താങ്ക് യു സോ മച്ച്.